യുവാർ പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും എംഎൽഎമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സ്പീക്കർ എൻ ഷംസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. യുവാർ പ്രദീപ് സഗൗരവത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകാനുള്ളത്. വിജിൻ, ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. താഴെത്തട്ടിൽ നിന്ന് വന്ന് പ്രവർത്തിച്ച പരിചയം, രാഷ്ട്രീയമായി അത്ര അടിത്തറയുള്ള ഒരു നേതാവ് രണ്ടാമത് വീണ്ടും നിയമസഭയിലേക്ക് എത്തുന്നു. യുവാർ പ്രദീപ്, ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. ആരൊക്കെ പങ്കെടുത്തു? നിയമസഭാ ഹാളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നതുകൊണ്ട് ധാരാളം ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും അന്ന, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണ പ്രതിപക്ഷ നേതാക്കളെയും സ്പീക്കറെയും സാക്ഷിയാക്കിയാണ് രണ്ട് പുതിയ എംഎൽഎമാരും സത്യപ്രതിജ്ഞ ചെയ്തത്. അന്ന സൂചിപ്പിച്ചതുപോലെ ചേലക്കരയിൽ നിന്ന് രണ്ടാമതും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യുആർ പ്രദീപ് ഗൗരവത്തിലും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലും ആണ് സത്യപ്രതിജ്ഞ ചെയ്തത്. എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ലീഗിൻ്റെയും മറ്റ് ഘടകകക്ഷി നേതാക്കൾ, ഒപ്പം തന്നെ LDF-ലെ CPM, CPI, മറ്റ് ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് സൂചിപ്പിച്ചതുപോലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ആയിരുന്നതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലായിരുന്നു ഇരു മുന്നണിയിലെയും പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നത്. ഏകദേശം 600ഓളം പേരാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത്. വലിയ ഹാളായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. സാധാരണഗതിയിൽ നിയമസഭക്കകത്ത് സത്യപ്രതിജ്ഞ നടക്കാറാണ് പതിവ്. പക്ഷേ ഇത്തവണ നിയമസഭ ചേരാത്തതിനാലാണ് ഈ ശങ്കരനാരായണൻ തമ്പി ഹാളിലേക്ക് സത്യപ്രതിജ്ഞ മാറ്റിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും ഒക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനും കഴിഞ്ഞു. എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം യുആർ പ്രദീപ് MLA നമ്മളോട് വ്യക്തമാക്കിയത് ഈ മണ്ഡലത്തിൽ റോഡുകളുടെ പുനരുദ്ധാര പ്രവർത്തികൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ രാധാകൃഷ്ണൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ വകുപ്പ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി മറ്റ് കാര്യങ്ങൾ നഗരത്തിലെയും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലെയും പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. തുടർന്നും നാളെ മുതൽ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇരുവർക്കും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും ഉൾപ്പെടെയുള്ള നേതാക്കൾ പൂച്ചെണ്ട് നൽകിയാണ് നിയമസഭയിലേക്ക് സ്വീകരിച്ചത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ നടന്ന ആവേശത്തിൻ്റെ അതേ കാഴ്ച തന്നെയായിരുന്നു നിലവിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലും കണ്ടത്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. യുആർ പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയി ചുമതലയേറ്റിരിക്കുന്നു.